ഈ സമയം എന്ന് പറഞ്ഞത് ഇല്ലാത്ത ഒരു സ്ഥലം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ അങ്ങനത്തെ സ്ഥലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. നോർത്തേൺ നോർവേയിലുള്ള ഐലൻഡ് ഓഫ് സമാനോന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ഇത് അപാര സൗന്ദര്യമാണ് ഈ സ്ഥലത്തിന്, ശ്വാസം വരെ നിലക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ 24 മണിക്കൂറിന്റെ സാധാരണ ക്ലോക്ക് അവിടെ ഇല്ല. അവിടുത്തെ ആൾക്കാർ ക്ലോക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിൽ തൂക്കിയിട്ടിരിക്കണം പോലും. നമ്മളവിടെ സമ്മറിലാണ് പോണെങ്കിൽ 69 ദിവസം പോളാർ ഡേയ്സ്, അതായത് സൂര്യൻ അസ്തമിക്കുന്ന പരിപാടിയില്ല അവിടെ. 69 ദിവസം തുടർച്ചയായിട്ട് സൂര്യാസ്തമനമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 70 ദിവസം സൂര്യനും ഇല്ല, അതായത് ഫുൾ ഇരുട്ട്. സ്കൂളും ഷോപ്പിനൊന്നും എന്താ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ഒന്നും പറയില്ല. രാത്രിയായി ഇപ്പൊ ലൈറ്റൊക്കെ പോയി ഇനി ഉറങ്ങിക്കോന്ന് പറയില്ല. കാരണം ആ സമയത്തും സൂര്യൻ ഉദിച്ചു നിൽക്കുക. അവിടുത്തെ രാവിലെ എന്ന് പറഞ്ഞാൽ 2-3 മണിക്ക് ആൾക്കാർ ഫുട്ബോൾ കളിക്കും. എല്ലാവരും അവനവന്റെ ജോലികൾ ചെയ്യണം. ചെറുപ്പക്കാർ ചിലപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ ചാടും. ഈ പോളർ നൈറ്റ് ആയി കഴിഞ്ഞാല് നമ്മൾ പുറത്ത് ജനൽ തുറന്ന് ഇറങ്ങിയുണ്ടല്ലോ, ആകാശത്ത് ബ്യൂട്ടിഫുൾ അറോറ, ചില വർണ്ണശബളമായ നിറങ്ങള് നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. പെട്ടെന്ന് ഇത് ഭൂമിന്റെ അറ്റാണെന്നൊക്കെ തോന്നും. നമ്മള് കഥകളിൽ കേട്ടിട്ടില്ലേ, മാന്ത്രികമായിട്ടുള്ള ലോകം. ഈ ചെറിയ ഐലൻഡിന് ഏറ്റവും മനോഹരമായ അറോറ ഫീൽ ചെയ്യുന്ന ദ്വീപായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ആരും ആരോടും ഇന്ന പടി ചെയ്യ്, ഇന്ന സമയത്ത് ചെയ്യ് അങ്ങനെ പറയൂല. എപ്പോ വേണമെങ്കിലും ഉറങ്ങാം, എപ്പോ വേണമെങ്കിലും എണീക്കാം. അതായത് ഇവിടെ ആൾക്കാർ ജീവിക്കണമൊക്കെ നമ്മളെ ഫീലിങ്ങിനനുസരിച്ചാ. ഇപ്പൊ എനിക്ക് തിന്നണം തോന്നിയ തിന്നും, ഉറങ്ങണം തോന്നിയ ഉറങ്ങും. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ തോന്നിയ അതൊക്കെ അതേ സമയത്ത് ഫീലിങ്ങിനനുസരിച്ചുള്ള ജീവിതം, അതായത് തോന്നുന്ന പോലത്തെ ജീവിതം എന്നർത്ഥം. ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടിയാ നിങ്ങളെ ഇപ്പൊ എന്താ, അത് ജീവിതം അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് 69 ദിവസം പകലും 70 ദിവസം രാത്രിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കും.